ബിഗ് ബോസ് സീസൺ 6ന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ നമ്മുടെ അഭിഷേക്, ജയദീപും നന്ദനയും തമ്മിൽ പൊരിഞ്ഞാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു നിസ്സാര കാര്യത്തിനാണ് ഇവിടെ തർക്കിക്കുന്നത്. നന്ദനയും അഭിഷേകും നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും വിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇവിടെ ഇഷ്യൂ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ അഭിഷേക് ജയദീപ് ഒരു പാട്ട് പാടി, പൂമാനമേ എന്നുള്ളൊരു പാട്ട് പാടി. അപ്പോൾ അത് നന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നന്ദനയെ എന്തോ കൊള്ളിച്ച് പാടിയതാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ തിരിച്ചു പാടാൻ എനിക്കും അറിയാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ചെറിയൊരു ഇഷ്യൂ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ തർക്കം മൂത്തുകൊണ്ടിരിക്കണം. ആ സമയത്ത് നമ്മളെ ഗബ്രിയും റസ്മിനും അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നോറ പിന്നെ അതിനിടയ്ക്ക് സംസാരിച്ച് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോറ അങ്ങോട്ട് പോകുന്നതും കാണാനായിട്ട് പറ്റും. പിന്നെ എന്തായാലും ഇവരെ തമ്മിലുള്ള തർക്കം മൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഇടപെടുന്നുണ്ട്. എന്തായാലും നന്ദന ഒരിക്കലും വിട്ടു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നന്ദന കൂടുതൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിനൊപ്പത്തിനൊപ്പം നിന്നിട്ടാണ് നമ്മുടെ അഭിഷേക്, ജയദീപും തിരിച്ച് പറയുന്നത്. എന്തായാലും നന്ദന ഇപ്പൊ ഈയിടെയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നന്ദന ഇപ്പോൾ വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വന്ന ദിവസം തന്നെ നമ്മുടെ ജാസ്മിനോട് ഒന്ന് കയർത്ത് സംസാരിച്ചെന്ന് മാത്രം. പക്ഷെ ഇപ്പോൾ നമ്മുടെ നന്ദന നമ്മുടെ അഭിഷേക്, ജയദീപിനോടാണ് ഇരിക്കുന്നത്. ചെറിയ ഇഷ്യൂ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. നമ്മുടെ ജിൻഡോ ഒക്കെ വന്ന് ഇടപെടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ശരണ്യ വന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് പ്രശ്നം, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരാൾ സംസാരം നിർത്തൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും കട്ടക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. അവസാനം നമ്മുടെ ശരണ്യ അതിൽ ഇടപെട്ടിട്ട് പറയുന്നുണ്ട്, ഇത്തിരി കോമൺ സെൻസ് ഉള്ളവരും മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് രണ്ടുപേരും സൈലന്റ് ആയി.